അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. നല്ല ചൂടല്ലേ? നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. പാലക്കാടൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളി രണ്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ട് അന്ന് വന്നിരിക്കുന്നു കേട്ടോ. എപ്പോഴും ചോറും കൂട്ടാനൊക്കെ വെച്ചാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ ഒരു ജ്യൂസൊക്കെ വേണേ. അപ്പോൾ ഞാൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മൂന്നാല് നാരങ്ങ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് കല്ല് പോലെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഒന്നുമില്ല, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ അപ്പോഴേക്കപ്പോഴേ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ കയ്യിൻ്റെ ഉള്ളിലിട്ടിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് റോൾ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പോലെ സോഫ്റ്റായി കിട്ടും കേട്ടോ അത്. അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാം കേട്ടോ. ഞാനിത് ഒരു മുറി നാരങ്ങൻ്റെ നീരാണ് എടുക്കുന്നത്. അത് നല്ലപോലെ കുരുവൊക്കെ അരിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ലൈം ജ്യൂസാണ്. വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ, ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് തേങ്ങൻ്റെ കൊത്തിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിരകിയിട്ട് എടുക്കുകയാണെങ്കിലും എടുക്കുക. ഞാനത് പൂണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് മധുരമൊന്നും അത്ര വല്ലാണ്ട് ഉണ്ടാവില്ല കേട്ടോ. 1 ടീസ്പൂൺ ഇട്ടാൽ ഞാൻ മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ തേങ്ങ അരഞ്ഞ് കിട്ടില്ല. തേങ്ങ പൂണ്ട് പോലെ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് തേങ്ങ അരഞ്ഞിട്ട് അതിൻ്റെ പാലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ അത് നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ട്, അതുപോലെ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നാരങ്ങൻ്റെ നീരും ഇട്ടിട്ട് അടിക്കരുത് കേട്ടോ. ചിലപ്പോൾ പാല് പിരിയാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാരങ്ങൻ്റെ നീര് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങൻ്റെ നീര് ഒഴിച്ച് പിന്നെ അത് ഒരൊറ്റ അടി അടിച്ചാൽ മതി കേട്ടോ. ഒന്ന് മിക്സാകാൻ മാത്രമുള്ള അടി അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ അരിപ്പയിലേക്ക് ഒന്നുകൊണ്ട് അരിച്ചെടുത്താലും മതി കേട്ടോ. ഇനി അടിച്ചില്ലെങ്കിലും ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതാ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതിൽ തേങ്ങൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്കൊന്നത് അരിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ വെയിലത്ത് ശരീരം തണുക്കാനൊക്കെ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. തേങ്ങാപ്പാൽ ശരീരം തണുക്കാനും അതിൽ പിന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന നാരങ്ങ നീരാണ് ക്ഷീണം മാറാനും എല്ലാത്തിനും നല്ലതാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കരുത് കേട്ടോ. അത് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ഏലക്കായൻ്റെ ചൊയ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ഏലക്കായ ഇടാം കേട്ടോ. ഇവിടെ ആർക്കും അങ്ങനെ ഏലക്കായ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ചൊയൊന്നും ഒരുപാട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇടുക, പഞ്ചസാരയും കുറച്ചും കൂടി കൂടുതലിടുക. എന്നിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കുടിക്കുക. ഇതിപ്പോൾ അത്ര വല്ലാത്ത ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ദാഹം മാറും. നല്ലതാണ്, ഹെൽത്തിനും നന്ന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ നന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണ്ടേ. ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അതിന് തണ്ണിമത്തൻ്റെ തോല് ഞാൻ നല്ലപോലെ ചെത്തിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ്റെ തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തണ്ണിമത്തൻ്റെ തോല് നല്ല പിന്നെ ഹെൽത്തിന് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. തണ്ണിമത്തൻ്റെ തോടും തണ്ണിമത്തൻ്റെ കുരുവും തണ്ണിമത്തൻ്റെ കാമ്പും ഇതിലൊന്നും കളയാനില്ല കേട്ടോ. പച്ചത്തോട് മാത്രമേ കളയാനുള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെ വെള്ളത്തോല് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. പിന്നെ ഞാൻ ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഞാൻ കുരുവൊന്നും കളഞ്ഞിട്ടില്ല. കുരുവോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കണത് കേട്ടോ. മിക്സിയിലിട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് മിക്സിയിലിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ. ചെറിയ തേങ്ങയാണ്.
നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടുക കേട്ടോ. ഞാൻ കൂടുതലൊന്നും ഇടുന്നില്ല, 1 ടേബിൾ സ്പൂൺ തന്നെ ഇടണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരമൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര, മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ഇടുക. ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മധുരമൊന്നും ഇടുന്നില്ല കേട്ടോ. എനിക്ക് ഒരുപാട് മധുരമൊന്നും അങ്ങനെ കഴിക്കാനും പാടില്ല. ഷുഗറൊന്നുമില്ല, പക്ഷേ ഞാൻ മധുരമൊന്നും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ കണ്ടോ, ഒരു പീച്ച് കളറാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങ ഇട്ട കാരണം കൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഈ കൊടും ചൂടത്ത് ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി 2 ജ്യൂസാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇതിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണമെങ്കിലും കുടിക്കാം. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ടാൽ പിന്നെ അത് ഞാൻ കുടിക്കില്ല. പിന്നെ അപ്പോൾ അത് അവിടെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബൊന്നും ഉണ്ടാക്കലുമില്ല, ഐസ് ക്യൂബ് കുടിക്കലുമില്ല കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അള്ളാ അതിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. ഇന്ന് കാണിച്ച 2 ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക കേട്ടോ. അത് തേങ്ങ നമ്മൾ അരിച്ചെടുത്തപ്പോൾ അത് തേങ്ങേൻ്റെ ചണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങേൻ്റെ ചണ്ടിയോട് കൂടി കുടിക്കുമ്പോൾ ഒരു ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്കൊക്കെ മധുരം ഇടാം കേട്ടോ. ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് ഇതേപോലെയും കുടിക്കാം. എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് 2-3 പേർക്ക് കുടിക്കാൻ പറ്റണ പോലത്തെ ജ്യൂസാണ് കേട്ടോ. ഞാൻ വലിയ ഗ്ലാസ്സിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2-3 ആൾക്കാർ കുടിക്കാം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരെ കൊണ്ടും ബായ്, അസ്സലാമു അലൈക്കും. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അടിപൊളി കളറാണ് കേട്ടോ. നമ്മൾ കളറൊന്നും ചേർത്താൽ നല്ല പീച്ച് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ്.